MDMA എന്ന് പറയുന്നത് മീഥൈൽ ഡിയോക്സി മെത്ത് ആൽഫിറ്റമിൻസ് എന്ന കെമിക്കലാണ്. ഇത് ലാബോറട്ടറിയിൽ സിന്തസിസ് ചെയ്തിട്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു രാസപദാർത്ഥമാണ്. 1912 ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ടുള്ള മെർക്കാണ് ആദ്യമായിട്ട് MDMA എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം കണ്ടെത്തുന്നത്. ആ കാലഘട്ടത്തിൽ MDMA ഉപയോഗിച്ചിരുന്നത് ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ട്, ബ്ലീഡിങ്ങിൽ കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രാസപദാർത്ഥം മാത്രമായിട്ടായിരുന്നു. ഇന്ന് യുവാക്കളിൽ ഏറെ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളിൽ ഒന്നാണ് MDMA. MDMA 3 വർഷത്തോളം നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലോട്ട് അവരെത്തും എന്നുള്ളതാണ് പറയുന്നത്. MDMA ഹാലുസിനേജൻ ഗണത്തിൽപ്പെടുന്ന ഒരു രാസപദാർത്ഥമാണ്. MDMA ബ്രെയിൻ ഏരിയയിലാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും MDMA ഉപയോഗിക്കുന്ന ആളുകളിൽ ഉന്മാദപരമായ ഒരു അവസ്ഥ, വളരെ പ്ലഷറബിൾ ആയിട്ടുള്ള അവസ്ഥയിലോട്ട് അവർ പോകും. 3-4 മണിക്കൂറിന് ശേഷം കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്ക് അവർ വീണുപോകും. സ്വാഭാവികമായിട്ടും ഈ കടുത്ത മാനസിക സംഘർഷം മാറ്റാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ഇതേ ലഹരി പദാർത്ഥം ഉപയോഗിക്കും. ഇത് പിന്നീട് അവരുടെ ഒരു ദിനചര്യയായിട്ടോ അതല്ലെങ്കിൽ ഒരു അഡിക്ഷൻ രീതിയിലോട്ടോ മാറും. വളരെ പ്രയാസകരമായ ലഹരി പദാർത്ഥമാണ് MDMA. അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ മാറ്റി നിർത്താനും അവരെ കവചമൊരുക്കി സംരക്ഷിക്കാനുള്ള ശ്രമം പാരന്റ് എന്നുള്ള നിലയിൽ നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്.